രേണുസുതി ചേച്ചി അങ്ങ് ആകെ മാറിപ്പോയെന്ന് പറയുന്നുണ്ട്. അയ്യോ, രേണുസുതി കളറൊക്കെ അടിച്ച് തലയിൽ ബിഗ് ബോസിൻ്റെ അതേ നിറത്തിലാണെന്ന് പറയുന്നുണ്ട്. ഭയങ്കര ചുമപ്പ് നിറത്തിലുള്ള കളറൊക്കെ ചെയ്തെന്ന് പറയുന്നു. ബിഗ് ബോസിൽ വന്ന് എല്ലാവർക്കും നല്ല മാറ്റമുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെടട്ടെ, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നതെന്ന് അറിയാമോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, മുൻഷിയും പറയുന്നുണ്ട്, നമ്മൾ സരികയൊക്കെ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് സരിക പറയാം, ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു, നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടം. അയ്യോ ആണോ ചേച്ചി, എന്താ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദിലെ നൂറ ആകെ ടെൻഷനിലായി. പടച്ച റബ്ബേ. നൂറ പറയാ, അള്ളാ ചെറിയൊരു വെടിക്കെട്ട് ഇട്ട പോലെ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിരിക്കുകയാണ് രണ്ടുപേരും. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് കൊളുത്തിയിട്ടിട്ട് ആ മനുഷ്യന് ഒറ്റ പോകങ്ങ് പോകുമെന്ന് പറയുന്നുണ്ട് ആദില. അപ്പം നൂറ പറയാണ്, ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോകുന്നു, നമ്മൾ രണ്ടുപേർ തമ്മിൽ തല്ലുന്ന എന്തെങ്കിലും ഒന്ന് ഇട്ടേച്ചങ്ങ് പോകും. ഒന്നീ ഷാനവാസൊക്കെ ഞങ്ങളുമായിരിക്കും, എന്തെങ്കിലും ഒരു ഗ്രഡ്ജ് വെച്ച് എന്തെങ്കിലും ഒന്ന് ഇട്ടേച്ച് പുള്ളി അങ്ങ് പോകും. ഷാനവാസിന് ഒരു മാറ്റമില്ലല്ലോ ദൈവമേ എന്ന് നമ്മുടെ ബിൻസി പറയുന്നുണ്ട്. അനീഷേട്ടന് ഭയങ്കരമായൊരു ചേഞ്ചുണ്ട്, വല്ലാത്തൊരു ചേഞ്ചായിപ്പോയി പുള്ളി എന്ന് പറയുന്നുണ്ട് ബിൻസി. അനീഷേട്ടൻ സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അഭിനയമാണോന്നൊന്നും അറിയത്തില്ലെന്ന് അതിൽ ഇടയ്ക്കൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. പണ്ട് നല്ലപോലെ നിന്നിട്ട് ഇപ്പം മോശമായിട്ട് നിൽക്കുന്ന ആരാണെന്ന് സരിക ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ പറയുകയാണേ, ഷാനവാസ്ക പണ്ട് നല്ലതായിരുന്നു, പക്ഷേ ഇപ്പം വളരെ മോശം. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഷാനവാസ് എഴുതിയ ഒരു ഗ്രാഫിൻ്റെ കാര്യം ആദിലെ നൂറയും കൂടി പറയുകയാണ്. ഷാനവാസ്കയ്ക്ക് കിട്ടിയത് അനുവിനെയാണ്. അപ്പം ഗെയിമർ എന്നുള്ളതിനകത്ത് കൊണ്ടുവന്ന് അനുമോൾക്ക് 100 കൊടുത്തിട്ട് സത്യസന്ധത, സഹാനുഭൂതി അതിനകത്തെല്ലാം കൊണ്ടുവന്ന് 0 വെച്ച്. എന്നിട്ട് പുള്ളിയുടേതായിട്ടുള്ള ഒരു റീസൺ പറഞ്ഞ്. അപ്പം നൂറ പറയാണ്, അപ്പം ഞാൻ പറഞ്ഞ കള്ളം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. അപ്പോഴത്തേന് പറയാം, നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയെന്ന്. ആ ഒരു സ്വഭാവം പുള്ളി ഇതുവരെ നിർത്തിയിട്ടില്ലെന്ന് ആദില പറയുന്നുണ്ട്. എന്നിട്ട് ആദിലയും നൂറയും ആ ഒരു സംഭവത്തെപ്പറ്റി വിവരിക്കുകയാണ് സരികയോടും നമ്മുടെ ബിൻസിയോടും. അപ്പം ബിൻസി പറയാണ്, എനിക്കിവിടെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാൾ ഷാനവാസ്കയാണ്. പുള്ളി എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാനത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദില പറയുന്നുണ്ട്, എല്ലാം പുള്ളിയുടെ ഗെയിമാണെന്നാണ് തോന്നുന്നത്. അനീഷേട്ടനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഇപ്പം ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.